ഇവൻ ഈ ഏരിയയിലെ ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ആന്റിമാരും ഇവന്റെ അടുത്താണ് മേക്കപ്പ് ഇടാൻ വരുന്നത്. അങ്ങനെ ഈ അമ്മ അവരുടെ മകളെ പെണ്ണ് കാണാൻ വരുന്നത് കൊണ്ട് എങ്ങനെയും ഈ പെണ്ണിനെ സുന്ദരിയാക്കി തരാൻ പറഞ്ഞ് അവന്റെ അടുത്ത് വരുന്നു. അവൻ അവന്റെ അടുത്തുള്ള എല്ലാ കളേഴ്സും വാരി തേച്ച് ആ പെണ്ണിന് അമ്മ പോലും അത്ഭുതപ്പെടുന്നത് പോലെ സുന്ദരിയാക്കി മാറ്റുന്നു. മേക്കപ്പ് ഇട്ടുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തിറങ്ങിയ അവളെ കണ്ട് ആ ഏരിയയിലെ ഡോണ് അവളെ കണ്ടിട്ട് അവനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ചെറുക്കൻ വീട്ടുകാരും അവളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരുന്നു. ആ സമയത്ത് ഈ ഡോണ് അവന്റെ അമ്മേനെയും വിളിച്ചുകൊണ്ട് ഇവളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരുന്നു. പെണ്ണിനെ കണ്ട അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമാകുന്നു. പെണ്ണ് കാണാൻ വന്ന ആ ചെറുക്കനോട് ഡോൺ വഴക്കുണ്ടാക്കി അവരെ ഓടിച്ചു വിടുന്നു. ഡോണിനോട് പെണ്ണിന്റെ അമ്മ പറയുന്നു ഇത് മുഴുവനും മേക്കപ്പ് ആണെന്ന്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. ആ പെണ്ണിനെ തന്നെ വേണമെന്നും പറഞ്ഞ് അവൻ കല്യാണവും കഴിക്കുന്നു. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടും മോർണിംഗ് ആ പെണ്ണേറ്റ് കുളിച്ചപ്പോഴത്തേനും അവളുടെ മേത്തുള്ള ആ ചായ മുഴുവനും പോകുന്നു. അവള് കോഫിയും കൊണ്ട് ചെന്നപ്പോഴത്തേനും അവളുടെ രൂപം കണ്ട് അമ്മ പോലും ഞെട്ടുന്നു. ബഹളം കേട്ട് ഓടിച്ചെന്ന് ഡോണ് ഇതാരാന്ന് ചോദിക്കുന്നു. അന്നേരം ആ പെണ്ണ് എന്നെ അറിയത്തില്ലേ, ഞാൻ നിങ്ങളുടെ വൈഫാന്ന് പറയുന്നു. സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഡോണ് ആ ബ്യൂട്ടീഷ്യനെ കാണാൻ വേണ്ടിട്ട് ചെല്ലുന്നു. ഡോണിനാണെങ്കിൽ ആ പെണ്ണിനെ കണ്ടപ്പോഴത്തേനും ഒത്തിരി ഇഷ്ടമാകുന്നു. അവളെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞ് അവന്റെ അമ്മയോട് വന്ന് അവൻ ചോദിക്കുന്നു. ഡോണിന്റെ അമ്മയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ അവന്റെ വൈഫ് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ബ്യൂട്ടീഷ്യൻ ഒരു ആണാണെന്നുള്ള കാര്യം ഡോൺ മനസ്സിലാക്കുന്നു. ഡോണിന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് വൈഫ് ചാടിപ്പിടിക്കുന്നു. ഡോണിന് ദേഷ്യം വന്നിട്ട് എല്ലാത്തിനും കാരണക്കാരി നീയാണെന്നും പറഞ്ഞ് വൈഫിനോട് വഴക്കുണ്ടാക്കുന്നു. അന്നേരം വൈഫ് പറയുന്നു അവളില്ലെങ്കിൽ എന്നാ, ഡോണിന് നല്ല മനസ്സില്ലേ, വേറെ പെണ്ണുങ്ങൾ കിട്ടും, വേറെ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കല്യാണം കഴിച്ചു തരാം എന്ന് പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് വൈഫ് വോമിറ്റ് ചെയ്യുന്നു. അങ്ങനെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന കാര്യം എല്ലാരും മനസ്സിലാകുന്നു. ഡോണിനോട് അമ്മ ഇവളെ പോലെ നിന്നെ സ്നേഹിക്കുന്ന വേറെ ഒരു പെണ്ണിനെ നിനക്ക് ഈ ലോകത്തിന് കിട്ടൂല. സൗന്ദര്യം അവളുടെ മുഖത്തല്ല ഉള്ളത്, അവളുടെ മനസ്സിലാണുള്ളത്. അതുകൊണ്ട് ഇനി നീ മേലാൽ വേറെ പെണ്ണിനെ കെട്ടണമെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറയുന്നു. അങ്ങനെ ഡോണും ആ പെണ്ണിനെ മനസ്സിലാക്കി അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു.